മിലാനിലെ ചുവപ്പും നീലയും തമ്മിലുള്ള ശക്തമായ പോരാട്ടം തുടങ്ങുന്നത് 1950 കാലഘട്ടം മുതലാണ്. അക്കാലയളവിൽ നടന്ന ഒരു മത്സരത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. 1949 നടന്നൊരു പോരാട്ടം. ഇറ്റലി മാത്രമല്ല, ഫുട്ബോൾ ലോകം തന്നെ ഞെട്ടിയൊരു രാത്രിയായിരുന്നു അത്. 11 ഗോളുകൾ കണ്ട മത്സരം നമ്മളിൽ പലരും ഓർക്കണമെന്ന് പോലുമില്ല. സാൻസിറോ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയ മത്സരത്തിൽ അന്നത്തെ AC മിലാൻ മികച്ച ടീമായിരുന്നു. ഗ്രേ നോലി എന്നറിയപ്പെടുന്ന സഖ്യം ഇറ്റലിയെ വിറപ്പിച്ചിരുന്ന കാലഘട്ടമായിരുന്നു അത്. ഇത്രയും ഭയാനകമായൊരു ടീമിനെ നേരിടാനായിരുന്നു അന്നത്തെ ഇന്റർ മിലാൻ സാൻസിറോയിൽ ഇറങ്ങിയത്. മത്സരം തുടങ്ങിയ 7 മിനിറ്റ് ആയപ്പോഴേക്കും അത് യാഥാർത്ഥ്യമാകുന്നതാണ് കണ്ടത്. എൻറിക്കോ കാൻഡിയാനിലൂടെ റോസനരികൾ 2 ഗോളുകൾക്ക് മുന്നിലെത്തി. എന്നാൽ ഉടൻ തന്നെ ഇന്റർ തിരിച്ചടിച്ചു. 10-ാം മിനിറ്റിൽ ഹംഗേറിയൻ ഗോൾ മെഷീൻ ഇസ്റ്റവാൻ നിയേഴ്സിലൂടെ ഇന്റർ 1 ഗോൾ തിരിച്ചടിച്ചു. എന്നാൽ പിന്നീടുള്ള 10 മിനിറ്റുകൾ മിലാനുള്ളതായിരുന്നു. മത്സരത്തിൻ്റെ 14-19 മിനിറ്റുകളിൽ നോർദാലിൻ്റെയും ലൈറ്റ് ഹോമിൻ്റെയും ഗോളിലൂടെ റോസനരികൾ ഇന്ററിനെ ഞെട്ടിച്ചു. മത്സരം തുടങ്ങി 20 മിനിറ്റുകളിനുള്ളിൽ 4 ഗോളുകളാണ് മിലാൻ ഇന്ററിൻ്റെ ഗോൾ വലയിൽ നിക്ഷേപിച്ചത്. ഇന്റർ തകർന്നടിക്കുകയാണെന്ന് എല്ലാവരും കരുതി. എന്നാൽ മത്സരത്തിൻ്റെ ആദ്യ പകുതിയുടെ അവസാനം ഇന്റർ ശക്തമായി തിരിച്ചു വന്നു. അമാഡയും നിയേഴ്സും ഓരോ ഗോളുകൾ നേടി ഇന്ററിനെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 3-നെതിരെ 4 ഗോളുകൾക്ക് AC മിലാൻ മുന്നിൽ. എന്നാലും അവസാനം നേടിയ 2 ഗോളുകൾ ഇന്റർ പ്രതീക്ഷ വെച്ചു. മത്സരത്തിലേക്ക് തിരിച്ചു വരാമെന്ന് അവർ കരുതി. അങ്ങനെ തന്നെ സംഭവിച്ചു. മത്സരം തുടങ്ങി 5 മിനിറ്റായപ്പോഴേക്കും അമാഡ വീണ്ടും രക്ഷകനായി അവതരിച്ചു. ഇന്ററിനായി 4-ാം ഗോൾ, കൂടാതെ സമനില ഗോളും. ഇനിയും മത്സരം അവസാനിക്കാനായി 40 മിനിറ്റോളം ബാക്കി നിൽക്കെ ഇരു ക്ലബ്ബുകളും കൂടി നേടിയത് 8 ഗോളുകളായിരുന്നു. മത്സരം ആര് കൊണ്ടുപോകുമെന്ന ആകാംക്ഷയിലായിരുന്നു കണ്ടിരുന്ന എല്ലാ ആരാധകരും. 58-ാം മിനിറ്റിൽ AC മിലാനെ ഞെട്ടിച്ചുകൊണ്ട് ഇന്റർ അടുത്ത ഗോളും അടിച്ചു. ലോറൻസിയോയുടെ വകയായിരുന്നു ഇന്ററിൻ്റെ 5-ാം ഗോൾ. എന്നാൽ അധികം വൈകാതെ മിലാനും തിരിച്ചടിച്ചു. അന്നോവാസിയുടെ ഗോളിൽ മിലാൻ സമനില പിടിച്ചു. മത്സരം കൂടുതൽ ത്രില്ലിംഗ് ആയി. ഇനിയും എത്ര ഗോളുകൾ വരുമെന്ന ആകാംക്ഷയിലായിരുന്നു ആരാധകരും. 2 ടീമുകളും കട്ടയ്ക്ക് കട്ട നിന്ന മത്സരത്തിൽ അവസാനം ഇന്റർ വിജയ ഗോളും നേടി. മത്സരത്തിൻ്റെ 64-ാം മിനിറ്റിൽ അമാഡയുടെ ഹാട്രിക് ഗോൾ ഇന്ററിന് ചരിത്രതുല്യമായ വിജയം സമ്മാനിച്ചു. ഒരു ഘട്ടത്തിൽ 4 ഗോളുകളോളം പിന്നിൽ പോയ ഇന്റർ ശക്തമായി തിരിച്ചു വന്ന മത്സരം കൂടിയായിരുന്നു അത്. കൂടാതെ 11 ഗോളുകൾ വന്ന ത്രില്ലർ മത്സരം. പിന്നീട് അങ്ങോട്ട് സമയമുണ്ടായിരുന്നിട്ടും ഇരു ക്ലബ്ബുകൾക്കും ഗോളുകൾ നേടാനായില്ല. എന്നാലും ഒരു ത്രില്ലർ പോരാട്ടം തന്നെയായിരുന്നു ആ മത്സരം. ഇക്കാലയളവിൽ ഇങ്ങനെയൊരു മത്സരം കാണാൻ പറ്റുമോ എന്നതും സംശയമാണ്.